ഓംലെറ്റ് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി വരുന്നുണ്ട് നല്ല രീതിയിൽ. എനിക്ക് ഈ ഓംലെറ്റ് നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ വേറെ ഒരു നല്ല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഓംലെറ്റ് ഞാൻ അതുകൊണ്ട് തൽക്കാലം കൊണ്ടു നടക്കുകയാണ്. ബ്രോസ്, നമ്മൾ അത് പുതിയൊരു ലൈവ് ലിങ്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ആ പുതിയ ലൈവിലേക്ക് മാറേണ്ടതാണ്. കാരണം ആകെ സീനാണ് ബ്രോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഇച്ചിരി ശോകമാണ്. സോ എല്ലാവരും വന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 94 റൂംസ്, ലെറ്റ്സ് ഗോ. സോ ഇതുവരെ എനിക്ക് ക്ഷമ വയ്ക്കേണ്ട, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ചെറിയൊരു പരീക്ഷണത്തിലാണ്. ഇനിയിപ്പോൾ പരീക്ഷണത്തിന് മുതിരില്ല, കാരണം നമ്മൾ സ്ട്രീമിങ്ങനെ കട്ടായാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്തായാലും നിർത്തി. ഇപ്പോൾ ഇനി ഇതിൽ പരീക്ഷണമൊന്നുമില്ല, ഇതെന്തെങ്കിലും കട്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പ് തരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ PUBG പണി വന്നില്ലെങ്കിൽ. സോ നമുക്ക് നോക്കാം. ഇതുവരെ വന്ന ടീമുകൾ ടോപ്പ് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ഡാർക്ക് ടിപ്പിൻ്റെ പിള്ളേരൊക്കെ വരുന്നുള്ളൂ. ന്യൂക്ക് ഉണ്ട്. സോ ഇത് NRC ഫുൾ 3 പേരുള്ളൂ. അതിന് ടോപ്പ് ഫുൾ സ്ക്വാഡ് ഉണ്ട്. അതുപോലെ തന്നെ നോക്ഷ്യസ് ഫുൾ സ്ക്വാഡ് ഉണ്ട്. DX ഫുൾ സ്ക്വാഡ് ഉണ്ട്. ഏതാണ് ഓൾ സ്റ്റാർ ഫുൾ സ്ക്വാഡ് ഉണ്ട്. ബൈറ്റ് ഫുൾ സ്ക്വാഡ്. ബൈറ്റാണോ? ബൈറ്റ് സ്പെക്ട്രം അങ്ങനെ അതിൽ പോയി, എനിക്ക് മനസ്സിലാവില്ല, അത് നോക്കേണ്ടി വരും. അതിന് CD ഫുൾ സ്ക്വാഡ്, TS തസ്ഗേഴ്സ് ഫുൾ സ്ക്വാഡ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വീറ്റിൻ്റെ പിള്ളേർ ഫുള്ളുണ്ട്. തിയോസ് ഇതുവരെയായിട്ട് 2 പേര് കയറുള്ളൂ. എന്തായാലും ചിലപ്പോൾ ലേറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും സമയം 9:16 അടിക്കുമ്പോൾ സാറിന് ഞാൻ എന്നും ഫ്ലൈറ്റ് എടുക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ടീം VSOP, ഇത് വെഗറ്റ് LMX ആണ്. LMX വെഗറ്റ് ഇല്ല, LMX ആണ് എൻ്റെ. LMX വെഗറ്റ് വേണ്ടി ജസ്റ്റിൻ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് പണി വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കൂടുതലും സൈഡ് യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡാണ്. ലെഫ്റ്റിൽ നമ്മുടെ ലൈവിൻ്റെ സുംബം വെച്ചിട്ടുണ്ട്. ഓംലെറ്റൊക്കെ സ്ട്രീം ചെയ്യുമ്പോൾ വെച്ചാൽ ഈ ഓംലെറ്റ് ഇടയ്ക്ക് മുട്ട മണി, പക്ഷേ നമ്മൾ ചെറിയ ഡിസ്കണക്ഷൻ അല്ലെങ്കിൽ എന്താ അറിയില്ല, ചിലയിടത്ത് ഈ സ്ട്രീമിൽ ഡയറക്റ്റ് കട്ടായി പോകും. ആ എൻ്റെ സ്ട്രീമിൽ സ്റ്റോപ്പായി പോകുന്ന ഒരു വിഷയമുണ്ട്. പിന്നെ KL മാമുക്കായ പുതിയ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. മാമുക്കായ നമ്മുടെ KLൻ്റെ പിള്ളേരാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അല്ല, ന്യൂ ടസ്കറിനാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. KL മാമുക്കയുടെയാണ് വിമാനം. സോ നമുക്ക് നോക്കാം എവിടേക്കാണ് ഹോട്ട് ഡ്രോപ്സിന് ചാൻസ് ഉള്ളതെന്ന്. നമുക്ക് നോക്കാം എവിടേക്കാണ് അടി ആദ്യം തുടങ്ങാൻ ചാൻസ് നോക്കാം. റൊസോക്കിലൊക്കെ ഇറങ്ങി ആരെങ്കിലും അടി ഉണ്ടാക്കുന്നുണ്ടോ? ആരും ഇല്ല. എല്ലാവരും ന്യൂക്കിൻ്റെ പിള്ളേർ എങ്ങോട്ടാണ് പോകണത്? എല്ലാവരും വഴിയിലൊക്കെ ഇറങ്ങി പോകേണ്ടത്. വല്ല സ്റ്റാൾബറിക്ക് എങ്ങനെയാണ് പിള്ളേർ പോകണേ? സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്നും വേണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാൻ എല്ലാ പ്രശ്നവും നല്ല എടുക്കും. നിങ്ങളുടെ സജഷൻസൊക്കെ എല്ലാം എടുക്കുന്നതാണ്. അതുകൊണ്ട് ഫീൽ ഫ്രീ. നമുക്ക് LMXൻ്റെ പിള്ളേർ നോക്കാം. LMX വേഗറ്റ് ഞാൻ സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർ അങ്ങോട്ട് പോകണം. പിള്ളേർ പോകുന്നത് പൊച്ചിങ്കിക്കാണ്. പൊച്ചിങ്കിക്ക് എന്തായാലും കുറേ പേരുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ പൊച്ചിങ്കിൽ പൊരിഞ്ഞൊരടി എന്നായി നമുക്ക് പ്രതീക്ഷിക്കാം. പുള്ളിത് എന്തത് മോനെ ടീം VSOP ഉണ്ട്, കൂടെ VSOP ഉണ്ട്, LMX ഉണ്ട്. ഇവിടെ എന്തായാലും ഒരു പൊരിഞ്ഞടി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, കാരണം കുറേ പിള്ളേരുണ്ട്. പിന്നെ ഇവിടെ LMX ഉണ്ട്. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട്? LMX മാത്രമേ ഉള്ളൂ. LMX ഉണ്ട്, ബൈറ്റിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ VSOP ഉണ്ട്. ഒരു സൈഡിൽ അത് DX ഉണ്ട്. DX മാത്രമല്ല, അവിടെ NRC വന്നിട്ട് മോനെ പൊരിഞ്ഞടി. NRC ഡെമിഗോ പുള്ളി, അതായത് സ്കോപ്പൊക്കെ പെർക്കുണ്ട്. ഇവിടെ എന്തായാലും നല്ല പൊരിഞ്ഞടി. അങ്ങ് അപ്പുറം ചുറ്റുമുള്ള അതേ അടി തുടങ്ങി. അത് മോനെ MRC റെഡ് ഇവിടെ അത് അടിച്ച് സൈക്കോ DXനെ നൈസായിട്ട് ലിറ്റ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. മോനെ അത് തിരിച്ചടിച്ചിരിക്കുന്നു. ഫോറസ്റ്റ് DX അത് NRC ഡെവിളിനെ അടിച്ച് AKത്തിന് അടിച്ചിട്ട് മോനെ കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നു. പക്ഷേ കില്ല് കൺഫേം ആയിട്ടില്ല. വേറെ ആരും പുള്ളിനെ സഹായിക്കാനും വരുന്നില്ല. മോനെ ഫോറസ്റ്റ് DX അത് വരുന്നു, കില്ല് കൺഫേം ചെയ്യാൻ പോകുന്നു. പക്ഷേ കില്ല് കൺഫേം ചെയ്തു. അങ്ങനെ ആദ്യത്തെ പെട്ടിയായ NRC അത് ഈ എക്സോഡസ് ടീം ഡീറ്റെയിലോട് അടി തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ പൊച്ചെങ്കിൽ പൊരിഞ്ഞടിക്ക് നല്ല ചാൻസ് കാണുന്നുണ്ട്. വരൂ DX മോനോട് അടുത്ത അടി. മോനെ DX അത് നൈസായിട്ട് പിള്ളേർ NRC പിള്ളേർ അടിച്ച് തീർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പുള്ളി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അത് ഫോറസ്റ്റ് DK പുള്ളി അവിടെ ഒറ്റയ്ക്കാണ്. AKM പിടിച്ച് ഒറ്റയ്ക്കാണ്. പുള്ളി ഇവിടെ കട്ട TP ആണ്. അവിടെ അടിയിൽ കിടക്കേണ്ട മോന് NRC ഡെമിഗോഡ് അത് നൈസായിട്ട് എസ്കേപ്പ് ആണോ? അത് പിന്നെ പ്രിഡാറ്റർമാർ ഡെമിഗോഡും അത് ഒരുമിച്ച് മുന്നേറുന്നു. അവർ അത് DXൻ്റെ പിള്ളേർ അടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ DXൻ്റെ പിള്ളേർ ഇവിടെ കട്ട TP അടിച്ച് കിടക്കുകയാണ്. അപ്പുറത്തൊരു അടി നടക്കുന്നുണ്ട്. അപ്പുറത്ത് LMXൻ്റെ പിള്ളേരും ടീം VSOP തമ്മിൽ അടി നടക്കുകയാണ്. അവനെപ്പോൾ ഒരു അടുത്തടി. DX അത് പ്രിഡാറ്ററിന് അടിക്കാൻ നോക്കുന്നു. പ്രിഡാറ്റർ നല്ല ലിറ്റാണ്, പക്ഷേ നടന്നില്ല. ബൈറ്റ് സ്പെക്ടർ അത് വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നു.
കാരണം പുള്ളി വേറെ ടീമിലായി പോയിരുന്നു, അതിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കും. മോനെ പ്രിഡാറ്ററിനെ ചാടി അടിക്കുന്നു, പ്രിഡാറ്ററിനെ അടിച്ച് പെട്ടിയാക്കുന്നു. DXനെ അടിക്കാൻ മുകളിൽ നിന്ന് ശ്രമം ഡെമിഗോഡ്, പക്ഷേ ഡെമിഗോഡ് അടിച്ചില്ല, ഒന്നും നടന്നില്ല. ഡെമിഗോഡ് മാത്രമാണുള്ളത്. ഡെമിഗോഡ് എന്ത് ചെയ്യും? ഡെമിഗോഡ് ഒറ്റയ്ക്ക് പൊരുതുമോ അതോ ഡെമിഗോഡ് ഒന്ന് എസ്കേപ്പ് ആകുന്നു? ഡെമിഗോഡ് നിലത്തേക്ക് ചാടുന്നു. പുള്ളി അവിടെ നിന്ന് മോനെ പുള്ളി ഒറ്റയ്ക്ക് അടിക്കാൻ നോക്കുന്നു. ഡെമിഗോഡിനെ അടിച്ച് വെട്ടിയൊക്കെയുണ്ട്. നമ്മുടെ ആദ്യത്തെ സ്ക്വാഡ് വൈപ്പ് തീർത്തിരിക്കുന്നു നമ്മുടെ പിള്ളേർ. കമോൺ, നമുക്ക് നമ്മുടെ ഫോറസ്റ്റ് ഇവിടെ എന്താണ് LMX ഇവിടെ ഒരു ചെറിയ നൈസ് അടി നടക്കുന്നുണ്ടായിരുന്നല്ലോ. LMXൻ്റെ പിള്ളേരൊക്കെ അവിടെ, VSOP അവിടെ ഉണ്ട്, LMX അവിടെ ഉണ്ട്. ഇവിടെ ഇനി ഒരു അടിക്ക് ചാൻസ് ഞാൻ നടക്കണില്ല. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. DTR അവിടെ ആരൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. DTRൻ്റെ അടുത്തേക്ക് പോകാം. DTR അവിടെ, ടീം DTR അവിടെ പോയി. ജോർജ് പുള്ളക്ക് ഇത്ര ആൾക്കാർ അവിടെ, ഒരു ലൂട്ടൊന്നുമില്ല ഇപ്പോഴും പോയിട്ട്. ഫോറസ്റ്റ് OP പ്ലേ, അത് സത്യം ബ്രോ. ഫോറസ്റ്റ് വേറെ ലെവലായിരുന്നു. ടിപ്പെക്സ് വൈക്ക് നമ്മുടെ ഈ റൂമിൻ്റെ ഓളിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ടിപ്പെക്സ് യൂസ് ഞാൻ കിക്ക് ചെയ്തത്, അല്ലാണ്ട് എൻ്റെ മനഃപൂർവ്വമായിട്ടല്ല. വേറെ 10 അടി എടുക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? കമോൺ, DTRൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് M16A4 ഒക്കെ ആയിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട്. ആരെങ്കിലും കണ്ടാൽ മുമ്പിൽ കണ്ട് അടിക്കാൻ വേണ്ടിയാണ്. ലൂസിഫറിൻ്റെ പിള്ളേർ അപ്പുറത്തുണ്ട്. RDXൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. ഇവിടെ മൊത്തം 3 ടീമാണ്. ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. എന്താണ് ബോയ്സ് ഇവിടെ ഒരു അടിയൊന്നും എവിടെയും ഇല്ലല്ലോ. ടിപ്പിൻ്റെ പിള്ളേരൊക്കെ എവിടെ പോയി ഇറങ്ങിയാവും? ദൈവം തമ്പുരാന്നറിയാം. ന്യൂക്കിൻ്റെ പിള്ളേർ കമേഷ്കിലുണ്ട്. ടിപ്പിൻ്റെ പിള്ളേരൊക്കെ തീർത്ത. ZRX നമുക്കൊന്ന് സ്പെക്റ്റ് ചെയ്ത് നോക്കാം. ZRX പാർട്ടി ഇവിടെ ഉണ്ട്. ടിപ്പിൻ്റെ പിള്ളേർ 2 പേര് ഓൾറെഡി തീർന്നു. ഇനി 2 പേര് മാത്രമാണുള്ളത്. ഒരു സോ നമുക്ക് കുറച്ച് കില്ലൊക്കെ മിസ്സായിട്ടുണ്ട്. സോ ആ കില്ല് നമുക്ക് പിന്നെ ഞാൻ പോലും കണ്ടില്ല കിൽഫീഡിൽ ആ പേര് വന്നത്. കാരണം ആ നേരത്ത് നമ്മുടെ DRXൻ്റെ പിള്ളേർ അവിടെ നൈസ് കളി എടുക്കാറുണ്ട്. DRX അല്ല, NRC. പക്ഷെ വേറെ എവിടെയും മടി നടക്കുന്നില്ല. ഇവിടെ ഫുള്ള് പേര് കുറേ കാണുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. മോനെ ഇവിടെ ടോപ്പിൻ്റെ പിള്ളേരാണ് ഫുള്ള്. ടോപ്പിൻ്റെ പിള്ളേർ ഇവിടെ മൊത്തം ഉണ്ട്. DTRൻ്റെ പിള്ളേർ മോനോടെ സൈക്കിഡ് അവിടെ നൈസ് DTRൻ്റെ പിള്ളേർ അടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഉസിയൊക്കെ വെച്ച് പുള്ളി അടിക്കാൻ നോക്കുന്നുണ്ട്. ഉസി വെച്ചാൽ DTRXനെ അടിക്കാൻ നോക്കുന്നു. മോനെ TS HMF അബ്ബൈനെ അടിച്ചിരിക്കുന്നു. ഓൾ സ്റ്റാർ അബ്ബൈ അവിടെ വീണിട്ടുണ്ട്. ഓൾ സ്റ്റാർ അബ്ബൈ അവിടെ പോകണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഓൾ സ്റ്റാർ എവിടെയാണ്? TS അവിടേക്കാണ് പോയേക്കാം. ഇവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ. ASG മോനെ ഇവിടെ പുള്ളി ഇവർ ഒറ്റയ്ക്കാണോ? ഇല്ലല്ലോ. ഇവിടെ ഈ ASG ഓൾ സ്റ്റാറിൻ്റെ സ്നൈപ്പ് ഗോഡ് ഉണ്ട്, DRX ഉണ്ട്, HC വൈപ്പർ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. പുള്ളിയുടെ കൂടെ ആരൊക്കെ ഉണ്ട്? കോമൺ വെച്ചാൽ പുള്ളിയോട് പുള്ളി മാത്രമേ ഉള്ളൂ. ഇവിടെ വേറൊരു മനുഷ്യനില്ല. പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ എവിടെ പോയിന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. സോ നമുക്ക് തിരിച്ച് നമ്മുടെ DTRൻ്റെ അടുത്തേക്ക് DTR അവിടെ എന്താണ് നടക്കുന്നത്? DTRൻ്റെ പിള്ളേരുടെ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ല. DTRൻ്റെ പിള്ളേരുടെ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നു. ചുറ്റും അടിക്കുന്നു, പക്ഷേ ഒരു അടി പോലും കൊണ്ടില്ല പുള്ളി. മോനെ DTR റൂസ് തിരിച്ചടിക്കുന്നു. മോനെ അവിടെ ഒന്നും നടന്നില്ല. DTR റൂസ് ചുമ്മാ അങ്ങോട്ട് അടിച്ചു. മോനെ ഇവിടെ ന്യൂക്കിൻ്റെ പിള്ളേർ എന്താ പരിപാടി? ചുമ്മാ ഒരു റെഡ് ലൈനൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്നും നടക്കുന്നില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. മോനെ DTRൻ്റെ പിള്ളേർ അടുത്ത ലൂട്ട് എടുക്കാൻ പോകുന്നു. ഇവിടെ എന്താണ് അവർ ചുമ്മാ TPP ആണോ? TPP ആണെന്ന് തോന്നുന്നു. ഇവിടെ നൈസായിട്ട് ലൂട്ടൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. ലൂട്ട് എടുക്കാൻ പോകുന്നു. ഈ കളിയിൽ കില്ലിനും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ മോനെ സ്പാർട്ടർ പിള്ളേർ അവിടെ ചെറിയൊരു അടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, പുള്ളി മുകളിൽ നിന്ന് ചാടി ഹെൽത്ത് പോയതാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. മോനെ ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഹൈ ബ്രോസ്, നിങ്ങളുടെ ഇതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഓംലെറ്റിനൊക്കെ ഫുള്ള് സീനാണ്. എന്താ അറിയില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. അങ്ങനത്തെ മിണ്ടാണ്ടിരിക്കുക ക്രോണിക് പ്ലീസ്. മോനെ DX ഹലോ ബ്രോസ്, നിങ്ങളെ കുറച്ച് പേരെ നോട്ടിഫിക്കേഷൻ മിസ്സായിട്ടുണ്ട്, ക്ഷമിക്കണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കിൽഫീൽഡൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതാണ് സ്പാർട്ടർ പ്ലെയർ നമുക്ക് നോക്കി വെക്കാം. ഇവിടെ ZRXൻ്റെ പിള്ളേർ 0 റെസ്പെക്റ്റ് കേസ്. പുള്ളിയൊക്കെ ചുമ്മാ ഇരുന്ന് ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട്. ചുമ്മാ അടുത്ത ജ്യൂസ് കണ്ടുകൊണ്ടായിരിക്കാം. ഇത് സ്മോക്കൊക്കെ പെറുക്കാനൊന്നും നമ്മുടെ സ്ട്രീം കണക്ഷൻ ഈസ് നോട്ട് സ്റ്റേബിളോ? അങ്ങനെ വരെ ഒരു ചാൻസും ഇല്ല. എന്ത് പറ്റി സ്ട്രീമിങ്ങിന്? സ്ട്രീമിങ് അങ്ങനെ ഉണ്ടാവരുത്. സ്ട്രീം കണക്ഷൻ പോകരുത്. ലൂസിഫർ നമുക്ക് സ്പെക്ക് ചെയ്യാം. ലൂസിഫറിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. പിള്ളേർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെയായിട്ടും മച്ചന്മാരോട് നൈസായിട്ട് ലൂട്ട് ചെയ്ത് നടക്കുകയാണ്. ഇവർ എവിടെയാണ് സ്ഥലം? ജോർജ് പുള്ളല്ല. മോനെ KLൻ്റെ പിള്ളേർ എഴുതിയോ? KLൻ്റെ പിള്ളേരോട് നൈസായിട്ട് പണി ഇറങ്ങിയിട്ട് KLൻ്റെ പിള്ളേർ KL ഇവിടെ. അയ്യോ മോനെ KL അത് നൈസായിട്ട് C8 പിള്ളേർ നോക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. KL കുക്കു അവിടെ KL വേഴ്സസ് C8 പണിഷ് അവിടെ വീണിട്ടുണ്ട്. പണിഷിൻ്റെ ഒപ്പം തന്നെ അത് C8 എൻ്റർടൈനർ അടിക്കാൻ നോക്കുന്നു. എൻ്റർടൈനർ അടിച്ച് പക്ഷേ ഒരടി പോലും കൊണ്ടില്ല. അത് നൈസർ KL കുക്കിനകത്ത് C8 അഫ്സൽ അടിച്ചിരിക്കുന്നു.
മോനെ കെ എൽ മാമുക്കോയെ അടിച്ചിരുന്നു. മാമുക്കോയെ തിരിച്ച് മാമുക്കോയെ എൻ്റർടൈനർ മാമുക്കോയെ അടിച്ചിരിക്കുന്നു. പൊളിക്കളിയെ മോനെ. സി ഐ ഡിയുടെ കെ എൽ സ്പൈഡർ മാത്രമാണ്. സ്പൈഡറിന് എന്ത് ചെയ്യും? സ്പൈഡറിന് അടിക്കോ? സ്പൈഡർ ഒറ്റയ്ക്കാണ്. സ്പൈഡർ ബാക്കി എല്ലാവരും വീണ്ടുണ്ട്. കെ എൽ കൂക്കും ഗോൽ. കെ എൽ ഓക്സിജൻ ഉണ്ട്. കെ എൽ ഓക്സിജൻ്റെ കീൽ ഇതിനും കാര്യം കൺഫേം ചെയ്തില്ല. അവിടെ റെവ് എടുക്കാൻ തോന്നുന്നുണ്ട്. അതെ റെവ് അഫ്സലത് വീണ്ടിരിക്കുന്നു. അഫ്സലിൻ്റെ റെവ് എടുക്കുമോ? അതോ അഫ്സലിൻ്റെ റെവ് എടുക്കാതെ പോകുന്നു. മോനെ പോളി ഫ്രീ ഫയറുമായി അടിക്കാൻ നോക്കി. പക്ഷേ ഈ ഫ്രീ ഫയറിൽ ഒരു ബുള്ളറ്റ് പോലും കിട്ടാത്തതുകൊണ്ട് കെ എൽ സ്പൈഡർ അടിച്ച് അട്ടത്തേറ്റിരിക്കുന്നു. അങ്ങനെ സി ഐ ഡി പിള്ളേർ നൈസായിട്ട് പെട്ടിയിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ ഇവിടുത്തെ പണി തീർന്നിരിക്കുന്ന കെ എല്ലിൻ്റെ 2 പിള്ളേർ നോക്കണം. പക്ഷേ 2 റെവ് എടുക്കൂടെ, വേറെ ആരുമില്ല. നമുക്ക് ഇതിൻ്റെ അടുത്ത് റേസിൻ്റെ പിള്ളേർ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. റേസ് എവിടെയായിരുന്നു? 24 ആയിരുന്നു. അതെ 24. റേസിൻ്റെ അവിടെ പിള്ളേർ എന്താ സ്ക്വാഡ് വൈപ്പ് കഴിഞ്ഞു? അതില്ല. അത് മോനെ അടുത്തടി ഡി ടി ആറിൻ്റെ പിള്ളേർ അത് നൈസായിട്ട് റേസിൻ്റെ പിള്ളേരായിട്ട് എൻഗേജ് ചെയ്യാറ്. ഡി ടി ആറിൻ്റെ പിള്ളേരെ അടിച്ച് നോക്കാക്കോ ഇല്ല എന്ന് കണ്ടുവരും. ഡി ടി ആറിൻ്റെ പിള്ളേർ അവിടെ കുത്തി. പക്ഷേ കുത്തിയത് പണിപ്പാളിപ്പോയി ചെറുതായിട്ട്. അതെ വണ്ടി അത് പൊട്ടാറായിട്ടുണ്ട്. വണ്ടി പൊട്ടിച്ചില്ല. വണ്ടി ജസ്റ്റ് മിസ്സിന് പൊട്ടേണ്ടത് റേസിൻ്റെ പിള്ളേർ മുമ്പിൽ. പക്ഷേ അവിടെ ഒരു നോക്ക് വീണിട്ടുണ്ടല്ലോ. ഡി ടി ആറിൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് നോക്കൊക്കെ ഉണ്ട്. അത് വണ്ടി എടുത്ത് പുഷ് ചെയ്യാൻ പോവാണോ? അല്ല അതെ അല്ല ഡി ടി ആറിൻ്റെ അടുത്ത് പുഷ് ചെയ്യുന്നുണ്ടോ? കമോൺ റേസിൻ്റെ പിള്ളേർ ഡി ടി ആറിൻ്റെ അടുത്ത് പുഷ് ചെയ്യുക. ഗ്രൂട്ട്മൻ പൊള്ളി. താങ്ക് യു ബ്രോ. അത് ഡി ടി ആറിൻ്റെ അടുത്ത് അത് പുഷ് ചെയ്യുന്നു. നെയ്ഡ് പൊക്കി പിടിച്ചു. നെയ്ഡുകൾ അത് ദൂരെ നിന്ന് വലിച്ചെറിയുന്നു. അതിനേട് ഇവരെ മേത്തേക്ക് വലിച്ച് വീഴാതിരിക്കുന്ന അത് ഡി ടി ആറിൻ്റെ പിള്ളേർ അത് വണ്ടി കൊണ്ട് അവരെ മുമ്പിലാണ് നിർത്തിയത്. അത് നെയ്ഡുകൾ എറിയുന്നു. വാരിക്കുവരി പൊള്ളി മോനെ. അത് ഡി ടി ആറിൻ്റെ പിള്ളേർ പുറത്തേക്ക് ഇറങ്ങി അടിക്കുന്നു. ഡി ടി ആറിൻ്റെ പിള്ളേർ റെക്സിനെ വീഴ്ത്തിരിക്കുന്നു. സ്യൂസിനെ വീഴ്ത്തിരിക്കുന്നു. സ്യൂസ് വീണില്ല. അവിടെ കിടന്നിരിക്കുന്ന സ്യൂസ്. പക്ഷേ റേസ് ബൂഗിയാതെ വീണ്ടിരിക്കുന്നു. പൊള്ളി. ഇനി റേസ് ആരൊക്കെയുണ്ട്? ക്രാറ്റോസ് മാത്രം. ക്രാറ്റോസ് എന്ത് ചെയ്യും? ഡി ടി ആർ റെക്സിൻ്റെ കിൽ കൺഫേം ചെയ്യുന്നില്ല. ഡി ടി ആർ ഷെല്ല് അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. പൊള്ളി. റേസിൻ്റെ പിള്ളേർ ഡി ടി ആറിൻ്റെ പിള്ളേർ നൈസ് വൈപ്പ് ചെയ്തിരിക്കുന്നു. ഡി ടി ആർ ടോക്സിക്കിൻ്റെ കിടക്കാച്ചി ഫ്ലാങ്കിലൂടെ ഡി ടി ആറിൻ്റെ പിള്ളേർ വീണ്ടിരിക്കുന്നു. വേറെ ലെവൽ. ഇന്ന് ഏതാ ബ്രാൻഡ് അടിച്ചിരിക്കുന്നത്? ഇന്ന് ബ്രാൻഡ് ഒന്നുമില്ല. ഇന്ന് വേറെ ലെവലാക്കുക എന്താണെന്നറിയില്ല. ഇന്ന് ഭയങ്കര എനർജിയിലാണ്. പുതിയ പിള്ളേരാണ്. എല്ലാവരും പുതിയതാണ്. നമുക്ക് ടോപ്പിൻ്റെ പിള്ളേർ പോകാൻ. ടോപ്പിൻ്റെ പിള്ളേർ ആര് കാണിക്കാൻ പറഞ്ഞു? സീന ജോസഫ് ആരാന്നറിയില്ല. പുതിയ സഹൽ ബ്രോ എന്ത് പറ്റി? സഹൽ ബ്രോ എവിടെ പോയി? സാറിന് ടോപ്പിൻ്റെ പിള്ളേർ സഹൽ ബ്രോ മോനെ. എൽ എം എക്സ് അവിടെ പണി തുടങ്ങിയിട്ട് 47 DX അടിച്ച് തുടങ്ങിയിട്ട്. നമുക്ക് LMXൻ്റെ പോകാം. എൽ എം എക്സ് അവിടെ. അയ്യോ എൽ എം എക്സ് അയ്യോ എൽ എം എക്സ് നമ്മുടെ പൊച്ചിങ്ങിലുണ്ടായിരുന്നു. ടീമാണ് പൊച്ചിങ്. ഓക്കെ എൽ എം എക്സിൻ്റെ എൽ എം എക്സ് ഫോറസ്റ്റ് DX എൽ എം എക്സ് സൈക്കൺ അടിച്ചിരിക്കുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒന്നും കാണുന്നില്ലല്ലോ. അതെല്ലാം ഓക്കെ. അവിടെ എൽ എം എക്സ് സൈക്കോ എൽ എം എക്സ് ബൈറ്റ് വൈപ്പർ. ഇവിടെ ഫുൾ ടീമുണ്ട്. 47 DXൻ്റെ പിള്ളേർ വന്നിട്ട് ബൈറ്റിൻ്റെ പിള്ളേർ വന്നിട്ട്. അതാ മോൻ അടുത്തടി എൽ എം എക്സ്. അത് വേറെ ഗിൽഫിയുടെ കാണിക്കുന്നു. എൽ എം എക്സ് വെഗറ്റ മാത്രമാണ്. വെഗറ്റ അത് റെവ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. കവർ ഫയർ നിൽക്കുന്നുണ്ട്. അത് അപ്പുറത്ത് നിന്ന് ആരൊക്കെ അടിക്കുന്നുണ്ട്? ഇവിടെ 2 സ്ക്വാഡ് ഉണ്ട് ഓൾറെഡി. ബൈറ്റിൻ്റെ പിള്ളേർ ഉണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ റെവ് എടുക്കുന്നു. അതുപോലെ DXൻ്റെ പിള്ളേർ റെവ് ഇടിക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം അടിക്കുകയാണ്. അത് വർമ്മ ബൈറ്റ് വേഴ്സ് ബീറസ് എന്ത് ചെയ്യുന്നത്? വർമ്മ ബൈറ്റിനെ അടിച്ച് തീർക്കുമോ? അത് വർമ്മ ബൈറ്റ് ഇവിടെ വന്നിരിക്കുന്നു. ബീറസ് അതാ ചാടിയിരിക്കുന്നു. വർമ്മ ബൈറ്റിനെ അടിക്കാൻ വേണ്ടി. വർമ്മ ബൈറ്റിനെ അടിച്ച് വീഴ്ത്താൻ പറ്റുമോ? ഇല്ല നടക്കുന്നില്ല. വർമ്മ ബൈറ്റിനെ അടിക്കാൻ നോക്കുന്നു. മോനെ സൈക്കോ ബൈറ്റ് എൽ എം എക്സ് വേഗറ്റിനെ അടിച്ച് കൺഫേം ചെയ്തിരിക്കുന്നു. മോനെ ബൈറ്റിൻ്റെ പിള്ളേർ വേറെ ലെവലാണ്. എന്ത് പറ്റി? മോനെ വർമ്മ ബൈറ്റിനെ അടിച്ച് നോക്കുന്നു. വർമ്മ ബൈറ്റ് നോക്കാനില്ല. ഗണ്ണ് സ്വിച്ച് ചെയ്ത് അടിച്ച് നോക്കി ബീറസ്. പക്ഷേ നടന്നില്ല. അപ്പുറത്ത് അത് 47 DX സൈക്കോ ബൈറ്റിനെ അടിച്ച് നോക്കാക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. പുള്ളി ഇവിടെ കുറേ നേരം അങ്ങോട്ടും കയറി ഇറങ്ങി അടിക്കുകയാണ്. മോൻ ഇവിടെ വേറെ ലെവലിൽ അടുത്തത് റെവ് എടുക്കാൻ പോകുന്നു. വെഗറ്റിൻ്റെ റെവ് എടുക്കുന്നു. പക്ഷേ നമ്മുടെ എൽ എം എക്സ് ഗോസ് റെവ് ആയിട്ടുണ്ട്. വർമ്മ ബൈറ്റിനെ നോക്കിയിട്ടുണ്ട്. എൽ എം എക്സ് ബീറസ് പുള്ളി കുറേ നേരമായി വർമ്മ ബൈറ്റ് അടിക്കുന്നു. വർമ്മ ബൈറ്റിൻ്റെ കില്ലത് കൺഫേം ചെയ്തിരിക്കുന്നു. എൽ എം എക്സ് ഒരു കില്ല് മാത്രം ടീം കില്ല്. അങ്ങനെ എൽ എം എക്സിൻ്റെ പിള്ളേർ ഓടിയുണ്ട്. DXിലുള്ള തൊട്ടപ്പുറത്ത് ഹെൽത്ത് ഒക്കെ ഫുൾ റെഡി പുഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ എൽ എം എക്സ് ആണ് കട്ടലിറ്റുവാണ്. എൽ എം എക്സിൻ്റെ പിള്ളേർ അത് അടിക്കാൻ നോക്കുന്നു. നടന്നില്ല. ആൽഫ DX അതെ എല്ലാം DX വേറെ DX ആൽഫ DXന് ഇരിക്കുന്നു. അത് സൈക്കോ ബൈറ്റ് DXൻ്റെ കില്ല് കൺഫേം ചെയ്തിരിക്കുന്നു. ഈ കളിയിൽ പരമാവധി നോക്കണ കില്ല് കൺഫേം ചെയ്യുന്നതാണ്. കാരണം ഒരു കില്ലിന് 2 പോയിന്റ് വെച്ച് ഇടുന്നതുകൊണ്ടായിരിക്കും പിള്ളേരെല്ലാം കില്ല് പരമാവധി. അതെല്ലാം പിള്ളേരുടെ അടുക്ക് കിടക്കച്ച് പുഷ് വരുന്നു. മോനെ എൽ എം എക്സിൻ്റെ പിള്ളേർ അത് നൈസായിട്ട് എൽ എം എക്സ് സൈക്കിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. മോനെ അപ്പുറത്തേക്ക് ഇല്ല ചെറിയ ഫ്രീക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ വേണ്ട. ഇവിടെ ഓൾറെഡി ബൈറ്റിൻ്റെ പിള്ളേർ റെവ് എടുക്കുന്നു. ആരും നേടിടുന്നില്ല. ആരുടെയും നേടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നേടിടാത്തത്. നോക്കാം. ഓക്കെ നമ്മുടെ സൈക്കോ DXൻ്റെ പിള്ളേർ അത് പുഷ് ചെയ്യുന്നു. മോനെ DXൻ്റെ പിള്ളേർ അത് മുകളിലേക്ക് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അപ്പുറത്ത് നമ്മുടെ എൽ എം എക്സിൻ്റെ പിള്ളേരുള്ളതുകൊണ്ടായിരിക്കും അവർ പുഷ് ചെയ്യുന്നില്ല. DX പുഷ് ചെയ്യുന്നുണ്ടോ? ഇല്ല. DX പുഷ് ചെയ്യുന്നില്ല. അവിടെ നെയ്ഡുകൾ വാരി എറിയുന്നു. മോനെ എൽ എം എക്സ് സൈക്കിൻ്റെ കിടിക്കാച്ചിൻ്റെ ഇടയിലിട്ട് നമ്മുടെ സൈക്കോൻ്റെ ബൈറ്റിൻ്റെ പിള്ളേർ വീണിരിക്കുന്നു. മോനെ ബൈറ്റ് വൈപ്പർ അത് വരുന്നു. പുള്ളിയും കട്ടലിട്ടാണ്. ആരുടെയും മെഡില്ലാത്തതുകൊണ്ടിരിക്കും. ബീറസ് അവിടെ നൈസായിട്ട് അടിക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല.
അടുത്ത് ഫോറസ്റ്റ് ഡീക്ക് ഉണ്ട്, അവരത് സ്പോട്ട് ഇരിക്കുന്നു, അടിക്കാൻ നോക്കുന്നു, പക്ഷേ നടന്നില്ല. വെഗറ്റ് അടുത്ത് നോക്കിടാൻ നോക്കിയതാണ്, ഫ്രീ ഫയർ തന്നെ മുന്നോട്ട് കയറുകയാണ്. ഫ്രീ ഫയർ അടിച്ച് കയറാൻ നോക്കി, LMX ഒക്കെ ബൈറ്റ് വൈപ്പറും കൂടെ അടിച്ച് നോക്കാക്കിയിരുന്നു. പിന്നെ പക്ഷേ ഇവിടെ LMX വേഗറ്റ് അത് DXന്റെ പിള്ളേരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് മോൻ LMX സൈക്കോ DX അടിച്ചു. സൈക്കോ വേഴ്സസ് സൈക്കോ അത് ബൈറ്റ് വൈപ്പറിന് സൈക്കോനെ, പക്ഷേ ബീറസിൻ്റെ അത് അടിച്ച് നോക്കാക്കിയിരുന്നു. മോനെ അടുത്തടി ചാടിയുള്ള അടി, അതായത് റെവ് എടുക്കാൻ വരുന്നു സൈക്കോ മോനെ അവിടെ അടുത്ത നോക്കും വീണിരിക്കുന്നു. പൊളി. അങ്ങനെ നൈസായിട്ട് DXന്റെ പിള്ളേരെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തുകൊണ്ട് LMXന്റെ പിള്ളേർ ഇതുവരെ ടീം ഗിലാറോലോട് കൂടി നമ്മുടെ മൊത്തം 2 സ്ക്വാഡ് ഉണ്ടായിരുന്നു. 2 സ്ക്വാഡിനെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ LMXന്റെ പിള്ളേർ മുന്നേറുകയാണ്. ഇവിടെ നമുക്ക് നോക്കാം തിയോസിൻ്റെ അവിടെ എന്താണ് അടി? തിയോസ് വേഴ്സസ് ഓൾ സ്റ്റാർ. മോനെ ഓൾ സ്റ്റാർ തിയോസിൻ്റെ പിള്ളേർ തിയോസ് അവിടെ നിന്ന് ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ അടിക്കാൻ നോക്കുന്നുണ്ട്. മോനെ തിയോസ് ഹേഡീസ് അതടിച്ച് നോക്കാക്കാൻ നോക്കുന്നു. അതെ പക്ഷേ തിയോസ് ഹേഡീസ് 2 ഒറ്റയ്ക്കാണ് 4 പേര്. അവിടെ ടോപ്പ് ടീം അപ്പുറത്തുണ്ട്. ടോപ്പ് ടീമിൻ്റെ അവിടേക്ക് പോകും. അതിന് മുമ്പ് നമുക്ക് തിയോസിൻ്റെ പിള്ളേർ അടി കാണാം. ഇവിടെ ഓൾ സ്റ്റാർ സ്നൈപ്പർ കോഡ് അത് കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടെ ഒരാളുള്ളതുകൊണ്ടായിരിക്കും. തിയോസ് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? അത് പുള്ളി അവിടെ മെഡ് അടിക്കുകയാണ്. ZRXന്റെ പിള്ളേർ അവിടെ സ്പാർട്ടർ പിള്ളേർ നൈസായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. മോനിവിടെ അടുത്ത കളി പൊളി. അങ്ങനെ തിയോസ് ഹേഡീസിനെ തീർത്തിരിക്കുന്നു. ഇന്ന് തിയോസ് അത് നൈസായിട്ട് മോനെ സ്നൈപ്പർ കോഡിനെ നൈസായിട്ട് നോക്ക് ചെയ്തിട്ടുണ്ട്. ആ കില്ല് കൺഫേം ചെയ്യില്ല നമുക്ക് കണ്ടറിയാം. അവിടെ തിരിച്ചടിച്ചിരിക്കുന്നു. ASG DRAXന്റെ തിരിച്ചടിയിൽ അങ്ങനെ സ്യൂസും വെട്ടിയായി. ഇനി നമുക്ക് നോക്കാം ഇനി ടോപ്പിൻ്റെ പിള്ളേർ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. ടോപ്പിൻ്റെ പിള്ളേർ എവിടെ ഉണ്ട്? ടോപ്പ് ഇവിടെ ചുമ്മാ കറങ്ങി കിടക്കാണ്. ആരെയും ഇതുവരെയും കൊന്നിട്ടില്ല. അവർ TPP ആണ് എന്താണെന്ന് അറിയില്ല. അതേ സ്പാർട്ടർ പിള്ളേർ വൈപ്പ് കിൽ ടീം കിൽ 4 ZRXന്റെ പിള്ളേർ മൊത്തമായി വൈപ്പ് ചെയ്താണ് സ്പാർട്ടർ പിള്ളേർ നൈസായിട്ട് വരുന്നത്. അതെ അവർ പെട്ടി ലൂട്ട് ചെയ്യുകയാണ്. ഇനി അടുത്തടി എവിടെയാണ് നമുക്ക് നോക്കാം. അതേ ടീം 3 ഇവിടെ ആരാ ഉള്ളത്? ഓക്കെ, ഇത് നമ്മുടെ ടീം നോക്ഷ്യസ് ആണ്. നോക്ഷ്യസിൻ്റെ പിള്ളേർ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ആരെയും തീർത്തിട്ടുമില്ല. നമുക്ക് നോക്കാം ഇനി ആരൊക്കെയാണ്. TPP ന്യൂക്കിൻ്റെ പിള്ളേർ അത് വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. വേറെ പിള്ളേർ ഇതുവരെ ഇട്ടില്ല. ലൂസിഫറിൻ്റെ അടുത്തേക്ക് പോകാം. ലൂസിഫറിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. ലൂസിഫറിൻ്റെ പിള്ളേർ ഇവിടെ ചുമ്മാ ഇങ്ങനെ കറങ്ങിടക്കാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു അടി നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് വേറെ പിള്ളേർ നമുക്ക് സ്പെക്ട് ചെയ്യുന്നവർക്ക് മോനെ ഏതാ ടീം മറന്നുപോയി. ഓക്കെ, RDXൻ്റെ പിള്ളേരാണ്. RDXൻ്റെ പിള്ളേരും ഇവിടെ ലൂട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. പിങ് 44 വേറെ പ്രശ്നമൊന്നുമില്ല. ടോപ്പ് ടീമാണ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് വേറെ ആരില്ലേ? വേറെ റെഡിയോ മോനെ ഇവിടെ തുടങ്ങി. ട്രോയ് ബാഡ് വോൾഫ് അത് ടീം ആയിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നെയ്ഡുകളൊന്നും ഒരു നെയ്ഡ് മാത്രമാണ് നോക്കായത്. പക്ഷേ അടുത്ത നെയ്ഡിൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് വെനം ജോഷ് അവിടെ ഉണ്ട്. വെനത്തിൻ്റെ പിള്ളർ വേഴ്സസ് നമ്മുടെ V2 ആണ്. അല്ല, ട്രോയുടെ പിള്ളർ. അത് അപ്പുറത്ത് ഒരു ഫ്ലെയർ ഒക്കെ അടിച്ചിട്ടുണ്ട്. ആരാന്നറിയില്ല. നമുക്ക് ആ ഫ്ലെയർ അടിച്ച് മിക്കവാറും ചിലപ്പോൾ അവിടെ മിക്കവാറും അടി നടക്കാൻ ചാൻസ് ഉണ്ട്. മോനെ വണ്ടിയൊക്കെ കിടക്കാച്ച് പാർക്കിങ്ങിലാണ് വെനത്തിൻ്റെ പിള്ളർ. ആ വണ്ടി അവിടെ നിന്ന് ഇറങ്ങുമോ ഇല്ല നമുക്ക് കണ്ടറിയാം. ഇല്ല ഇറങ്ങും. എന്താണ് ഇങ്ങനെ പുഷ് ചെയ്യേണ്ടിയിരിക്കുന്നത്? എന്താണ് ആരൊന്നും ചെയ്യുന്നില്ല. സോണൊക്കെ ചെറുതായി വരുന്നുണ്ട്. എല്ലാവരും സോണിലേക്ക് കയറണം. ഓൾ സ്റ്റാറിൻ്റെ പിള്ളേർ മാത്രം സോണിൻ്റെ പുറത്താണ്. ബാക്കിയെല്ലാവരും ഇതെല്ലാവരും സോണിൽ കയറുന്നുണ്ട്. നമുക്ക് നോക്കാം അടുത്ത സോൺ ആർക്കാണ് അഡ്വാൻറ്റേജ് കൂടുതൽ കൊടുക്കാമെന്ന്. വെനത്തിൻ്റെ പിള്ളേരെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് ഫ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ട്രോയുടെ പിള്ളേർ കണ്ടോ ഇല്ലെന്ന് അറിയില്ല. അത് വെനം റോഷ് ഇവിടെ നൈസായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പിന് വേണ്ടി നിൽക്കുകയാണ്. ആ ഗ്യാപ്പിലൂടെ അടിക്കാൻ പറ്റുമോ ഈ DPH? ഇല്ല. അത് സോൺ അവർക്ക് പ്രശ്നം തന്നിരിക്കുന്നു. സോണിലൂടെ വെനത്തിൻ്റെ ഓടുന്നു. വെനത്തിൻ്റെ റോഷിനെ അടിച്ചിടും. ഇല്ല, ഏജന്റ് ബാബ അവിടെ നോക്കുന്നുണ്ടോ? ഇല്ലേ മോനെ. ട്രോയുടെ ലാബി അടിക്കാൻ നോക്കുന്നു. വേനം റോഷൻ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് അടിക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. കാരണം അവർ സോണിന് മുമ്പിൽ അത് വേനം ജീസ് വേണ്ടിയിരിക്കുന്നു. ടോപ്പ് ടീം അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, നടക്കുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ല അവർക്ക്. ഇവിടെ നൈസാണ്. വെനത്തിൻ്റെ പിള്ളേർ അടിച്ചിരിക്കുന്നു. ട്രോയുടെ പിള്ളേർ അത് മോനെ വെനം RJ40 ട്രോയുടെ പിള്ളേർ തിരിച്ചടിച്ചിരിക്കുന്നു. അടിക്കുന്നു വെനം. ഇനി ആരൊക്കെയുണ്ട് വെനത്തിൽ 2 പേര് നോക്കായിട്ടുണ്ട്. ഇനി ആകെ വെനം റോഷും വെനം ജോഷ് മാത്രം. വെനം RJ40 കിൽ കൺഫേം ചെയ്തിരിക്കുന്നു. മോനെ അടുത്ത നൈഡിൽ ജീസും വീണു. അങ്ങനെ ജീസും വിട്ടുണ്ട്. ജീസിൻ്റെ ഹെൽത്ത് കുറേ പോയി. ഇനി വെനം ജോഷ് ഉണ്ട്. വെനം ജോഷ് എന്താ സ്മോക്ക് ചെയ്യാൻ വേണ്ടി കുറേ നേരം കഷ്ടപ്പെടുന്നുണ്ട്. പുള്ളി ഓടോ ഇല്ലെന്നറിയില്ല. അവിടെ പിന്നിൽ നിന്ന് പുഷും വരുന്നുണ്ട്. അതാ പിള്ളേരത് മോളോട്ടോവൊക്കെ എടുത്ത് വരുന്നു. വെനം ജോഷിന് അടിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ ഉള്ള ഓട്ടം. അത് കണ്ടം വഴിയുള്ള ഓട്ടം. മോനെ തിരിഞ്ഞു നോക്കാതെ ഓടുന്നു. മോനെ CID എടുത്തിയോ. CID അവിടെ ഉണ്ടായിരുന്നു. മോനെ അവിടെ അടുത്തടി വെനം ട്രോയ് ലാബിനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. കിടുക്കാച്ച് നോക്കാൻ തോന്നുന്നു. അതെ അവരെ നോക്ക് അവിടെ വകവയ്ക്കോ അത് റെവ് എടുക്കുകയോ ഇല്ലെന്നറിയില്ല. ഏജിയൻ ബാബ എല്ലാവരും തിരിച്ചു ഓടുന്നു. എല്ലാവരും തിരിച്ചു പിന്മാറുന്നു. വെനം ജോഷ് അത് ഹെൽത്തൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ബൂസ്റ്റൊക്കെ അടിക്കുകയാണ്. ബൂസ്റ്റൊക്കെ അടിച്ച് നോക്കാൻ ട്രോയുടെ പിള്ളേർ സമയം കൊടുക്കും.
ഏജിയൻ ബാബ അവിടെ നോക്കുന്നുണ്ട്, ഒരു നെയ്ഡൊക്കെ പിടിച്ച് കയ്യിൽ ഇപ്പിടാം. പിന്നെ KL കുക്ക് അവിടെ സ്പാർട്ടർ പ്ലെയറായിട്ട് ചെറിയൊരു ഫൈറ്റൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു വൈപ്പ് മിക്കവാറും നമുക്ക് കാണാൻ പറ്റും, ഭാഗ്യമുണ്ടെങ്കിൽ. മിക്കവാറും വെനത്തിൻ്റെ പിള്ളേർ 4 vs 2 വൈപ്പ് അതിൽ തിരിച്ചാണ് ഉണ്ടാകുന്നത്, നമുക്ക് കണ്ടറിയാം. രണ്ടുപേരും രണ്ട് സൈഡിലാണ് അത് നെയ്ഡുകൾ വാരി എറിയാൻ നോക്കുന്നു. ടീം ASG ഓൾ സ്റ്റാർസ് ഇപ്പോൾ സോണിൻ്റെ പുറത്തായിരുന്നു. അവർ സോണിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവർ കയറിപ്പോരും. മോനെ കിടക്കുക. റേസിൻ്റെ പിള്ളേർ അവിടെ ചെറുതായിട്ടൊരു ഫൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മോനെ അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമാണ്. ഇവിടെ ചെറിയ എല്ലാവരും നെയ്ഡ് എറിയാൻ നിൽക്കുകയാണ്. നെയ്ഡുകൾ വാരി എറിയുന്നുണ്ട്. 2 പേരെ തീർക്കാൻ വേണ്ടി 4 പേർ വളരെ കഷ്ടപ്പെടുകയാണ്. നമുക്ക് നോക്കാം. അവിടെ റബ്ബൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി പുഷ് ചെയ്യില്ല, നമുക്ക് കണ്ടറിയാം. DP ഒക്കെ വെച്ച് പുള്ളി സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്, പീക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തലപ്പുറത്തേക്കില്ല, അപ്പടിച്ചോട്ടേക്കുന്നുള്ള രീതിയിലാണ് അപ്പുറത്ത് പിള്ളേർ നിൽക്കുന്നത്. അവിടെ കുറച്ച് സ്ക്വാഡ് വൈപ്പുകൾ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നമുക്കത് നമുക്ക് മിസ് ചെയ്യാൻ. ടോപ്പ് ടീം മോനെ കിടുക്കാച്ച് നെയ്ഡ്. ഏജിയൻ ബാബ നൈസായിട്ട് നെയ്ഡ് ഇട്ടിരിക്കുന്നു. ഏജിയൻ ബാബർ നെയ്ഡ്. ഇനി ജോഷ് അത് അടിക്കാൻ നോക്കുന്നു. ബാഡ് വുൾഫിനെ അടിക്കാൻ നോക്കി. ഇനി വെനം ജോഷ് എന്ത് ചെയ്യും? ജോഷ് അത് പോകുന്നു. ഹലോ ഒറിജിൻ റെഡി ആരാ ബ്രോ? പെട്ടിയായി ബ്രോ. അതുപോലെ ട്രോയ് ബാഡ് വുൾഫ് അത് പുഷ് ചെയ്യുന്നു, അത് അടിക്കാൻ നോക്കുന്നു പൊളി. പക്ഷേ വെനത്തിൻ്റെ പിള്ളേർ അവിടെ തീർന്നിരിക്കുന്നു. നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോകാം. അടുത്ത അടി നടക്കുന്നത് എവിടെയാണ്? വെനത്തിൻ്റെ പിള്ളേർ തീർന്നിരിക്കുന്നു. ട്രോയുടെ പിള്ളേർ നോക്കാം ഇനി എവിടെയാണ് അടി നടക്കുന്നത്? എവിടെയാണ്? ടീം V2 VS V2 ഒക്കെ എവിടെയാണ്? ന്യൂക്കിൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് തീർന്നിട്ടുണ്ട്. ന്യൂക്കിൻ്റെ പിള്ളേർക്ക് പോകാം. അത് ന്യൂക്കിൻ്റെ പിള്ളേർ ഇവിടെ ആരൊക്കെയായിട്ട് അടിയാണ്? അതേ പൊരിഞ്ഞടി, അതേ ASGയുടെ പിള്ളേരായിട്ട് ന്യൂക്കിൻ്റെ പിള്ളേർ സോണിൻ്റെ പുറത്തുള്ള അടി. അങ്ങനെ ന്യൂക്കിൻ്റെ പിള്ളേരാണ് തീർന്നാൽ. ന്യൂക്ക് ഒപ്റ്റിമസിനെ ഒറ്റയ്ക്കുള്ള പോരാട്ടം. ന്യൂക്ക് ഒപ്റ്റിമസ് അവിടെ പോയി കിടക്കുന്നു. ആരത്? ASGയുടെ പിള്ളേർ അത് 3 പേരും ഒരാൾക്ക് വേണ്ടി പോരാട്ടം അടിക്കുന്നു. അത് ചാടി അടിക്കാനുള്ള ശ്രമം. മോനെ അങ്ങനെ ന്യൂക്ക് ഒപ്റ്റിമസ് നോക്കായി. ഒപ്റ്റിമസിനെ തീർന്നിരിക്കുന്നു. ന്യൂക്ക് എന്ത് ചെയ്യും? പുള്ളി അവിടെ എന്താണ് ചെയ്യുന്നത്? പുള്ളി ഒരു ഡോറൊക്കെ അടിച്ചിട്ട് ഒറ്റയ്ക്ക് അവിടെ പേടിച്ചിരിക്കുകയാണോ? അതേ പുള്ളി ASG സ്പീഡ് സ്നൈപ്പർ കോഡ് കണ്ടില്ല. അത് ടോപ്പ് ടീമിനെ കാണിക്കാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇവിടുത്തെ ടോപ്പ് ടീം അവിടെ ഇതുവരെയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിൽ. അതെ ടോപ്പ് ടീം ഇപ്പോണ്ടിരിക്കുകയാണ്. ഒരു ടോപ്പ് കോബ്ര വീണ്ടും സ്പാർട്ടർ പിള്ളർ വേഴ്സസ് ടോപ്പിൻ്റെ പിള്ളർ. അപ്പോൾ സ്പാർട്ടർ പിള്ളർ ഓൾറെഡി KL പിള്ളേരും തീർത്തിട്ടുണ്ട്. അത് TSS ടോപ്പിൻ്റെ പിള്ളേർ ഇത്രയും കട്ട് TP വരുന്നത് അതുകൊണ്ട് അവന്മാരെ സ്പെക്ട് ചെയ്യുന്നു. ഇപ്പോൾ ചെറിയൊരു ഇത് തുടങ്ങി. അതുകൊണ്ട് ഒരു സ്ക്വാഡ് ആയിപ്പോഴുണ്ട്, അടുത്ത ടീമിന് സ്ക്വാഡ് ആയിപ്പോ അത്. പക്ഷേ നമ്മുടെ രസം കൊല്ലിയായി പോവും. ഒരാളെ മാത്രം ഞാൻ അങ്ങനെ ഇത് ചെയ്യുന്നില്ല, സോ ക്ഷമിക്കണം അതിൽ. ഇത് ടോപ്പിൻ്റെ പിള്ളേർ ഇവിടെ നൈസായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ ഇവിടെ എല്ലാവരും ഇത് നൈസായിട്ട് കണ്ടന്റ് അവിടെ നോക്കി നിൽക്കുകയാണ്. ഇവർ എന്തായാലും സോണിൻ്റെ അകത്താണ് എന്തായാലും. ഓക്കെ മാസ്റ്റർ പാണ്ട ഗെയിമിനത് ബിഗ് ഷൗട്ട് ഔട്ട് ബ്രോ, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇനി ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്നത്. ടോപ്പിൻ്റെ പിള്ളേർ എല്ലാവരും കണ്ടന്റിൻ്റെ ഇടയിൽ ഒളിക്കുകയാണ്. അവിടെ സ്പാർട്ടർ പിള്ളേർ അപ്പുറത്തെ കാര്യയിലുമാണ്. സ്പാർട്ടർ പിള്ളേർ എന്ത് ചെയ്യും? അത് തൊട്ടപ്പുറത്ത് വേറൊരു ഇത് നോക്സി പുള്ളി എന്താണ്? നോക്സിയുടെ ഫുൾ സ്ക്വാഡ് വരുന്നുണ്ട്. ഫുൾ സ്ക്വാഡ് അത് നൈസായിട്ട് ജോർജ് പുള്ളിലേക്ക് വരുന്നു. TSSൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് വൈപ്പൊക്കെ തുടങ്ങുന്നുണ്ട്. അത് നൈസായിട്ട് ഇവർ നോക്സിയുടെ പിള്ളേർ മോനെ ടോപ്പിൻ്റെ പിള്ളേർ അത് നൈസായിട്ട് നോക്സിയസിൻ്റെ പിള്ളേരായിട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ട്. നോക്സിയസ് അവിടെ ഒരു കാർ കൊണ്ടേ തീർത്തു. അത് SK വെച്ച് പുള്ളി ടോപ്പ് വൈപ്പർ അവിടെ നിന്ന് തിരിച്ചടിക്കുന്നു. മോനെ പൊളി. അതാ ഈവിളിന് ഷൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഈവിളിന് അത് ബിഗ് ഷൗട്ട് ഔട്ട്, സപ്പോർട്ട് ബ്രോ ഓൾവേസ്. മോനെ SK വെച്ച് ടോപ്പ് വൈപ്പറിൻ്റെ നോക്കടിക്കാനുള്ള ശ്രമം. പക്ഷേ നോക്കടിക്കുന്നുണ്ടോ? ലൂഷ്യസ് അവിടെ ലൂസിഫറിൻ്റെ പിള്ളേരെ നൈസായിട്ട് TSൻ്റെ പിള്ളേരെ അടിച്ചിട്ടുണ്ട്. സ്ക്വാഡ് വൈപ്പാണ് നമുക്ക് നോക്കണം. അതാ നോക്ഷ്യസിൻ്റെ പിള്ളേർ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കുന്നു. ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് അവിടെ നിന്ന് അടിച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അത് സ്പാർട്ടർ പിള്ളേർ പോകുന്നു. സ്പാർട്ടർ പിള്ളേർ നൈസായിട്ട് ഈ സമയത്ത് അക്കം പാർത്ത് പോകുന്നു. സ്പാർട്ടർ പിള്ളേർ അടിച്ച് സ്ക്വാഡ് വൈപ്പ് ചെയ്തിട്ടോ നോക്കാം. അത് കാറിൽ നിന്ന് അടിച്ചിടാനുള്ള ശ്രമമുണ്ട് ടോപ്പ് വൈപ്പർ, പക്ഷേ അവിടെ നിന്ന് നടന്നില്ല. പക്ഷേ അവിടെ സ്പാർട്ടർ പിള്ളേർ നൈസായിട്ട് മുമ്പിൽ നിന്ന് അത് അടിക്കാൻ നോക്കുന്ന സ്പാർട്ട അത് ബ്ലേഡ് നോക്ഷ്യസിനെ അടിച്ചിരിക്കുന്നു. ബാക്കിയുള്ള നോക്ഷ്യസിൻ്റെ പിള്ളേർ ഇവിടെ കയറേണ്ടത് നോക്ഷ്യസിൻ്റെ പിള്ളേരെ പുഷ് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ ഇവർ വണ്ടി ഓടിച്ച് പോകുന്നു. അതേ ആരും തിരിച്ചടിക്കുന്നില്ല. അത് തിരിച്ചടി വരുന്നു. സ്പാർട്ട കേടി ഇപ്പോൾ വീഴോ? അത് സ്പാർട്ട കേടി ഇപ്പോൾ വീഴും. ഫ്രീക്ക് ഇപ്പോൾ വീഴും. അത് അവിടെയും ആൾക്കാർ സ്പാർട്ട പോകുന്നിടത്തെല്ലാം പാപി ചെല്ലുന്ന റമ്പാതളം എന്നല്ല, സ്പാർട്ട പോകുന്നിടത്ത് എല്ലായിടത്തും പൊരിഞ്ഞടിയാണ്. അത് ഇവിടെ TSൻ്റെ പിള്ളേർ അടിക്കാൻ TSൻ്റെ പിള്ളേർ അല്ല VS അത് നെയ്ഡ് പിടിച്ചിരിക്കുന്നു. അവർക്ക് പോലും അറിയില്ല, അതോ അവർ പ്ലാൻ ചെയ്യണമെന്ന് അറിയില്ല. അത് VS പിള്ളേർ അടിക്കാനുള്ള അടുത്ത ശ്രമം. ട്രോയ് ലാബി LMX സൈക്കോനെ അവിടെ നൈസായിട്ട് തീർത്തതാണോ എന്താ അറിയില്ല, പൊട്ടിത്തെറിച്ച് മരിച്ചിട്ടുണ്ട്. മോൻ LMXൻ്റെ പിള്ളേർ AGൻ്റെ പിള്ളേർ അതായത് ട്രോയുടെ പിള്ളേർ തീർക്കുക. മോൻ LMX തീർന്നു. അത് ട്രോപ്പനത്തിൻ്റെ അടുത്ത നെയ്ഡിൽ എന്താണ് ടോപ്പ് വൈപ്പർ മുകളിൽ നിന്ന് അടിച്ചു. ആരും പ്രതീക്ഷിക്കാത്തതാണ്, അതോ ഒരു ശ്രദ്ധിച്ചില്ല എന്നറിയില്ല. അത് എവിടെ പക്ഷെ ആരും പുഷ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പുഷ് ചെയ്യാത്തത്? കമോൺ ബോയ്സ്.
ആരും പുഷ് ചെയ്യുന്നില്ല, എല്ലാവരും കൂടെ ജസ്റ്റ് നോക്കിക്കണം അവർ തല പുറത്തേക്കിട്ട്. പക്ഷേ ഇവർക്ക് എന്തായാലും സോണിലേക്ക് കയറി പറ്റി, ഇവർ ഈ സമയം മുതലെടുക്കണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മുതലെടുത്തില്ല. അത് മോനെ VSOP ജാക്ക് അവർ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് അത് പോകുന്നു, ചാടി എടുത്ത് VSOP ജാക്ക് പോകുന്നു, വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷേ എല്ലാവരും ഒരുമിച്ചടിക്കാന്നുള്ള ശ്രമം, പക്ഷേ പുള്ളി ജസ്റ്റ് മിസ്, വണ്ടി ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഇല്ല, പൊട്ടിത്തെറിച്ചില്ല. പുള്ളി അത് നൈസായിട്ട് സോണിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പക്ഷേ ഒരു ടോപ്പ് ഹൈഡ്ര എല്ലാവരും അത് വരുന്നുണ്ട്, വളഞ്ഞു വരുന്നു, ടോപ്പ് കോബ്രയും വരുന്നു, എല്ലാവരും വരുന്നു, വണ്ടി പൊട്ടിത്തെറിപ്പിക്കും. VSOP ജാക്ക് മാത്രം അതിൻ്റെ ഉള്ളിൽ വെയർ ഹൗസിൻ്റെ ഉള്ളിലുണ്ട്, ബാക്കിയെല്ലാവരും പുറത്താണുള്ളത്. മോനെ വണ്ടി പൊട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമം, ടയറൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് അങ്ങനെ വണ്ടി കൊടുത്തിട്ട് അവർക്കൊരു കവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഹൈഡ്ര അത് വരുന്നു, ടോപ്പ് ഹൈഡ്ര ടോപ്പ് വനത്തിനടിച്ച് നോക്കാക്കിയിരിക്കുന്നു. മോനെ മോനെ അടുത്തടി ടോപ്പ് ഹൈഡ്ര മോനെ അടുത്തടി ടോപ്പ് ഹൈഡ്ര ചാടി അടിക്കാനുള്ള ശ്രമം ജാക്കിൻ്റെ, പക്ഷേ ജാക്ക് അവിടെ വീണിരിക്കുന്നു. മോനെ അടുത്തടി, മോനെ ടോപ്പ് ഉള്ളിൽ ജാക്ക് മാത്രമുണ്ട്. ജാക്ക് ആ കില്ല് കൺഫേം ചെയ്യൂ. അതെ, കില്ല് കൺഫേം ചെയ്തിരിക്കുന്നു. പുള്ളി ടോപ്പ് കോബ്രയുടെ കില്ല് ജാക്ക് കൺഫേം ചെയ്തിരിക്കുന്നു. വേറെ ലെവൽ, ഓരോ കില്ലും വിലപ്പെടുത്തണം. അത് ടോപ്പിൻ്റെ പ്ലെയർ, നമ്മുടെ VSOP പ്ലെയർ. അത് സോണും വരുന്നു. നമുക്ക് നോക്കാം ഇനി അടുത്ത് പോകുന്നത് എങ്ങോട്ടാണ്. നോക്ഷ്യസ് ഇവിടെ ഉണ്ട്. TSSൻ്റെ അടുത്ത് TSX, അത് ടിപ്പെക്സിൻ്റെ സ്കളിന് ടിപ്പെക്സിൻ്റെ പിന്നെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. TSS എവിടെയാണ്? TSS നല്ല കളി മോനെ. TSSൻ്റെ പിള്ളേരൊക്കെയുണ്ട്. TSS കൂടാതെ ആരൊക്കെയാണുള്ളത്? അവർ ലൂട്ടയാണ്. ഇനി വെറും 4 ടീമും 14 പേരും മതി. 4 ടീമും 14 പേരും കണക്ക് ശരിയാവുന്നുണ്ട്. TSSൽ 4 പേരുണ്ട്. വേറെ ആരൊക്കെയുണ്ട്? ഇനി ടോപ്പിൻ്റെ 2 പേർ, നോഷ്യസിൻ്റെ 4 പേർ. നോഷ്യസ് ഫുൾ സ്ക്വാഡ് ഉണ്ട്, ട്രോയുടെ ഫുൾ സ്ക്വാഡ് ഉണ്ട്, TSSൻ്റെ ഫുൾ സ്ക്വാഡ് ഉണ്ട്. അങ്ങനെ 3 ഫുൾ സ്ക്വാഡും 2 പേരും മാത്രം. എന്താണെന്നുണ്ടാവുക? അത് അവിടെ എന്തൊക്കെയോ അടി നിൽക്കുന്നുണ്ട്. ആരാണ് അടിക്കുന്നത്? നോഷ്യസിനാണ്. മോനെ TSSൻ്റെ പിള്ളേർ അത് വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ബെക്കാടി ഇതിലായിട്ടും വണ്ടിയിൽ കയറിയിട്ടില്ല. നമ്മുടെ TSSൽ നിന്ന് ആരൊക്കെയുണ്ട് കയറിയിരിക്കുന്നത്? മോനെ TSS 3 പേര് മാത്രമാണ്. 4ാമത്തെ ആൾ കയറിയില്ല. എന്തുകൊണ്ടാറില്ല? 4ാമത്തെ ആൾ വണ്ടിയെ കയറ്റാത്തതുകൊണ്ടാണോ? മോനെ അത് നൈസ് അടി അവിടെ എവിടെയോ നടക്കുന്നുണ്ട്. ട്രോയുടെ പ്ലെയർ ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല. ആരെവിടെയൊക്കെ സ്നൈപ്പ് ചെയ്ത് നമുക്ക് ട്രോയുടെ പ്ലെയർ നോക്കാം. ട്രോയുടെ പിള്ളേർ അത് സ്നൈപ്പ് ചെയ്ത് നിൽക്കുന്നു. അവർ ആരെയോ നോക്കി നിൽക്കുകയാണ്. ട്രോയുടെ പ്ലെയർ അവിടെ നോഷ്യസിൻ്റെ പിള്ളേർ നോക്കാം. നോഷ്യസിൻ്റെ പിള്ളേർ അത് അവിടെ സെറ്റായിട്ട് ഇവിടെ നമ്മുടെ TSSൻ്റെ പിള്ളേർ ഇവിടെ നൈസായിട്ട് അടുത്തോണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തടി ഫൈറ്റ് മൊത്തം നടക്കുന്ന നമ്മുടെ സ്വന്തം ജോർജ് TSS ബീസ്റ്റ് ബോയ് നമ്മുടെ ഊസിയൊക്കെ ആയിട്ട് ചുമ്മാ ചെക്കന്തേക്ക് ഇറങ്ങിയെടുക്കുന്നുണ്ട്. ബീസ്റ്റി ബോയ് എവിടെയും പല ഭാഗത്തെയും വെടിവെച്ചകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കുകയാണില്ല. ട്രോയ് ഡെറിക്സ് നോഷ്യസിൻ്റെ പിള്ളേർ നോക്കിയിട്ടിരിക്കുന്നു. നോഷ്യസിൻ്റെ അത് തീർത്തിരിക്കുന്നു. അവിടെ തീർത്തോ? എത്ര പേര്? 2 പേര് നോക്ക്. അതെ, കിടുക്കാച്ചി നോക്ക്. മോനെ അവിടെ നിന്ന് TSSൻ്റെ പിള്ളേർ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. TSS ആരാണ് അടിക്കുന്നത്? ജഗർനട്ട് അവിടെ നിന്ന് നൈസായിട്ട് നോക്കുന്നുണ്ട്. എന്താണ് മോനുസി അവിടെ നിന്ന്? ഇത് ബെക്കാടി അവിടെ നോക്കുന്നു. അവിടെ കുറേ സ്മോക്ക് ഉണ്ട്. അവിടെ അടുത്തടി നൈസായിട്ട് ബെക്കാഡിയുടെ പിള്ളേർ അടിക്കുന്നു. മോനെ നോഷ്യസിൻ്റെ കിൽ ആരെടുത്തു? നോഷ്യസിൻ്റെ കിൽ ZR ടിപ്പെക്സ് 2 പേരും തീർന്നിരിക്കുന്നു ബ്രോ. 2 പേരും നൈസ് എടുത്ത് പെട്ടിയായിട്ടുണ്ട്. ZRൻ്റെ പിള്ളേർ സ്പാർട്ടർ പിള്ളേർ അടിച്ചു. ടിപ്പിൻ്റെ പിള്ളേർ ഇപ്പോൾ തന്നെ TSSൻ്റെ പിള്ളേരും കയറി വന്നടിച്ചിട്ട് ഇവിടെ ഇനി ആരൊക്കെ ഉണ്ട്? നോഷ്യസ് അങ്ങനെ ടോപ്പിൻ്റെ പിള്ളേർ മൊത്തം തീർന്നിരിക്കുന്നു. ഇവിടെ ജഗർനട്ട് അത് ട്രോയ് ലാബിനെ അടിച്ചിരിക്കുന്നു. ഇനി ബാഡ് വൂൾഫ് ഉണ്ട്, ബോബ്. അങ്ങനെ ട്രോയുടെ പിള്ളേരെ മൊത്തം ജഗർനട്ട് തീർത്തിരിക്കുന്നു. DP വെച്ച് അങ്ങനെ അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി 2 സ്ക്വാഡ് മാത്രം. 2 സ്ക്വാഡ് മാറി വരും. അത് TSS എത്ര പേരുണ്ട്? TSS ഫുൾ സ്ക്വാഡ് ഒന്നും ഉണ്ട്. TSS ഫുൾ സ്ക്വാഡ് ഉണ്ട്. നോഷ്യസും TSS വേഴ്സസ് നോഷ്യസ്. ഇതിൽ സോൺ ആർക്കും അനുകൂലമല്ല. പക്ഷേ എല്ലാവർക്കും സോണിലേക്ക് ഓടിക്കയറും. സോണാണെങ്കിൽ നല്ല ഓപ്പൺ സ്പേസിലാണ്. ഈ ഓപ്പൺ സ്പേസിൽ എന്തുണ്ടാവും? ഓരോരുത്തർ അത് ഓരോ കവറും പിടിച്ചിരിക്കുകയാണ്. അതോ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതേ നോക്കുന്നു. TSS ഫേസ് അവിടെ മുമ്പ് സ്പോട്ട് ചെയ്താണെന്ന് അറിയില്ല. അത് നൈസായിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. ബ്ലേഡിനെ അടിക്കാൻ നോക്കുന്നു. സൈറോക്സിൻ്റെ ബ്ലേഡ് ഉണ്ട്. അവരെന്തായും ചെയ്യും? അവർ സ്മോക്ക് ഇട്ട് മുന്നേറുമോ? അത് 4 പേർ 4 സൈഡിൽ നിന്ന് നോക്കുകയാണ്. നോഷ്യസ് ആകെ പെട്ടുപോയി. കാരണം ഭാഗ്യം അവരുടെ ഭാഗത്തല്ല. അവർ ആരെയും അടിക്കാൻ നോക്കുന്നു. അവിടെ എന്താണ് ഉണ്ടായത്? ആരെ അടിക്കുന്നു? നൈസായിട്ട് മിസ്. അത് ബീസ്റ്റി ബോയിന് അടിക്കാനുള്ള ശ്രമമാണ്. അത് ബീസ്റ്റി ബോയ് നെയ്ഡുകളൊക്കെ വാരി എറിയുന്നുണ്ട്. ജഗർനട്ട് മുകളിൽ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. അത് TSS അടിച്ചിരിക്കുന്നു. ഫേസിൻ്റെ കിടുക്കാച്ചി സ്പ്രേയിൽ അത് തീർന്നിരിക്കുന്നു. അത് അവിടെ ഫുള്ള് സ്മോക്കുകൾ വാരി എറിഞ്ഞുകൊണ്ട് ബ്ലീഡിൻ്റെ തല പുറത്തുണ്ടെന്ന് തോന്നുന്നു. നെയ്ഡറി അത് പുഷ് ചെയ്യും. അത് ഫുൾ സ്ക്വാഡ് വരുന്നു. പുഷിങ്
അത് ബ്ലീഡ് നോക്സി അത് നൈസ്. അതൊരു നെയ്ഡിൽ വന്നിരിക്കുന്നു. അത് അവരൊന്നും ചെയ്യാനില്ല. അവർ വളരെ അതേ തീർന്നിരിക്കുന്നു മോനെ. വേറെ ലെവൽ കളിയായിരുന്നു. കാരണം അവർക്ക് അവസരം ഒന്നും ചെയ്യാനുണ്ടായില്ല. അവർ ആകെ പെട്ടുപോയിരിക്കുകയായിരുന്നു. അവർ ആകെ നമുക്ക് നോക്കാം ഇന്നത്തെ കളിയിൽ അവലോകനം. അത് നമുക്ക് TSS ആണ് ഫസ്റ്റ് അടിക്കുന്നത്. 10 കിൽ ജഗർനട്ട് 10 കില്ലുമായി 10, 16, 19 കില്ലുമായി TSSൻ്റെ ടീം ഒന്നാം സ്ഥാനം അടിച്ചിരിക്കുന്നു. വേറെ കൺഗ്രാജുലേഷൻ ടീം TSS 10 കില്ലുമുണ്ട്. അതിൽ ജഗർനട്ട്. അതുപോലെ തന്നെ സെക്കൻഡ് അടിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ടീം നോക്സിയാണ്. ടീം നോക്സി 2 കില്ല് മാത്രമാണ് ഉള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഈ ട്രോയ് ഡബ്ലറാണ്. ട്രോയ് ഡബ്ലർ എത്ര കില്ലുണ്ട്? 8 കില്ലോട് കൂടി ട്രോയ് ഡബ്ലർ ഉണ്ട്. 4ാം സ്ഥാനത്ത് ടോപ്പിൻ ഡബ്ലറാണ്. ടോപ്പിൻ ഡബ്ലർ 3 കില്ലോട് കൂടിയുണ്ട്. 5ാം സ്ഥാനത്ത് നമ്മുടെ ഓൾ സ്റ്റാറാണ്. ഓൾ സ്റ്റാർ 8 കില്ലോട് കൂടിയുണ്ട്. 6ാം സ്ഥാനത്ത് നമ്മുടെ ടിപ്പിൻ്റെ പിള്ളേരാണ്. 1 കില്ലുമില്ല. അതുപോലെ 7ാം സ്ഥാനത്ത് VSOP ആണ്. VSOP എത്ര കില്ലുണ്ട്? 4 കില്ലോട് കൂടി 7ാം സ്ഥാനത്തുമുണ്ട്. സോ ഇന്നത്തെ ടീം സ്ട്രീമിംഗ് ഇവിടെ നിർത്തുകയാണ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സ്റ്റേ സേഫ്, സ്റ്റേ ഇൻസൈഡ്. എല്ലാവരും പരമാവധി PUBG കളി ചേസിലേക്ക് പുഷ് ചെയ്യുക. ഇങ്ങനൊരു സമയം കിട്ടുകയില്ല. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.